2 രൂപ നോട്ട്. കഥ എഴുതിയത് മിനി ബെന്നി. ഓർമ്മകൾ പല രൂപത്തിലും ഭാവത്തിലും അസാമാന്യ വേഗത്തിൽ കണ്ണുകൾക്ക് പിന്നിലൂടെ മിന്നായം പോലെ കടന്നു പോകും. പിന്നെ പിന്നെ മനഃപൂർവമായി മനസ്സ് പലതും ചികഞ്ഞു പുറത്തിടും. അങ്ങനെയൊക്കെയാണല്ലോ ഇന്നലെകൾ നിലനിൽക്കുന്നത്. മകളുടെ കുടുംബത്തോടൊപ്പം താമസിക്കാം എന്ന് ഒരു പിതാവ് തീരുമാനിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടാകാം. 99ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ അപ്പച്ചൻ മരിക്കുമ്പോൾ അവസാനത്തെ 9 വർഷം ഞങ്ങളോടൊപ്പം ആണ് താമസിച്ചിരുന്നത്. ആൺമക്കൾ പുറം രാജ്യത്തായതുകൊണ്ട് മാത്രമായിരുന്നില്ല, ഞാനാകുമ്പോൾ തൻ്റെ അല്ലറ ചില്ലറ ഷാഢ്യങ്ങൾ നടത്തിക്കൊടുക്കും എന്നറിയാവുന്നത് കൊണ്ട് കൂടിയാണത്. ഒരു മകൾ എന്നതിലുമുപരി അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ അക്കാലങ്ങളിൽ അപ്പച്ചനെ ശുശ്രൂഷിച്ചു, കുട്ടിത്തം ആസ്വദിച്ചു. ജീവിതത്തിലെ പല അനുഭവങ്ങളും, എന്തിനേറെ തലേന്ന് കണ്ട സ്വപ്നങ്ങൾ പോലും ഒരു കഥ പറയുന്ന രീതിയിൽ അപ്പച്ചൻ ഞങ്ങളോട് പങ്കുവയ്ക്കുമായിരുന്നു. അത് കേട്ടിരിക്കാൻ ഏറെ രസമായിരുന്നു. പ്രാതൽ കഴിഞ്ഞാൽ നന്നായി ഒന്നുറങ്ങും. തലേ ദിവസത്തെ ഉറക്കഗുളികയുടെ ഹാങ് ഓവർ എന്നൊരു കാരണവും പറയും. തീരെ വയ്യെങ്കിലും സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുന്ന പതിവ് ഉണ്ടായിരുന്നത് കൊണ്ട് ചെറിയ അനക്കം പോലും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം പകൽ ഒരു 11 മണിയായി കാണും. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ഇട്ടിരുന്ന ടീഷർട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. മുണ്ടിൻ്റെ കുത്തഴിച്ചിട്ട് ഇരുന്നു കൊണ്ട് തന്നെ മുണ്ട് കുടയാൻ ശ്രമിക്കുകയും കട്ടിലിലും തറയിലും കാണാതായതെന്തോ തപ്പുകയും ചെയ്യുന്നുമുണ്ട്. എന്നതാ അപ്പച്ചൻ നോക്കണത് എന്ന എൻ്റെ ചോദ്യത്തിന്, മോളെ നിനക്ക് എന്നെ ഒന്ന് എണീപ്പിക്കാവോ എന്ന മറുചോദ്യമാണ് ലഭിച്ചത്. വീണ്ടും കാരണം ആരാഞ്ഞപ്പോൾ ഉത്തരം വന്നു. എൻ്റെ കയ്യിൽ 2 രൂപ ഉണ്ടായിരുന്നു, അതിപ്പോൾ നോക്കിയിട്ട് കാണാനില്ല. രൂപയുടെ കാര്യത്തിൽ അപ്പച്ചൻ കണിശക്കാരനാണ്, ചൊട്ടയിലേ ശീലം. അപ്പച്ചൻ്റെ കയ്യിൽ എങ്ങനെയാ 2 രൂപ വന്നത്? അതെ, അപ്പനും ഞാനും കൂടെ പോവുകയായിരുന്നു. അപ്പനോ? ഈ അപ്പൻ, അപ്പച്ചൻ്റെ അപ്പൻ മരിച്ചിട്ട് 60 വർഷം കഴിഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകാനാണെന്ന് ഓർക്കണില്ല. അങ്ങനെ പോവുമ്പോൾ എൻ്റെ മടിയിൽ ഞാൻ വെച്ചേരുന്നതാ. അപ്പച്ചാ, അത് സ്വപ്നത്തിലല്ലേ അപ്പൻ്റെ കൂടെ പോയത്? സ്വപ്നത്തിലാണോ? അതെ, അത് സ്വപ്നം കണ്ടതാ. വല്യപ്പച്ചൻ മരിച്ചു പോയില്ലേ. ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് പേരും കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെ, അതൊക്കെ ഇപ്പം കിടന്നുറങ്ങിയില്ലേ, ആ ഉറക്കത്തിൽ കണ്ട സ്വപ്നാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അപ്പച്ചനെ മനസ്സിലാക്കിപ്പിക്കാൻ വിഫല ശ്രമം നടത്തി. ഞാൻ പറഞ്ഞത് ചെവിക്കൊള്ളാതെ വീണ്ടും കട്ടിലിലും തലയണയുടെ അടിയിലും തപ്പിക്കൊണ്ട് അദ്ദേഹം പിറുപിറുത്തു. എന്നാലും ആ 2 രൂപ എങ്ങോട്ട് പോയി? അങ്ങനെ രൂപ അപ്പച്ചൻ വെച്ചില്ല. അത് സ്വപ്നം കണ്ടതാണെന്ന് ഗത്യന്തരമില്ലാതെ ശബ്ദമുയർത്തി ഞാൻ. അപ്പച്ചൻ എൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ശബ്ദമുയർന്നത് കൊണ്ടായിരുന്നു ആ നോട്ടം. 2ൻ്റെ ഒറ്റ നോട്ട് മടക്കി എൻ്റെ മടിയിൽ വെച്ചത് ഞാൻ ഓർക്കണുണ്ട്. നീ അതൊന്ന് നോക്കി എടുത്ത് താ. അപ്പം ഞാൻ ചെല്ലണത് നോക്കി നിൽക്കും. നിഷ്കളങ്കത കലർന്ന ആ കെഞ്ചൽ എൻ്റെ നെഞ്ചിൽ തറച്ചു നിന്നു. 2ൻ്റെ നോട്ട് ഇനി എവിടെ പോകുമെന്നോർത്ത് ഞാൻ പതറി. 2 രൂപ തുട്ട് തരട്ടെ എന്ന എൻ്റെ നിസ്സഹായത കലർന്ന ചോദ്യത്തിന്, നോട്ടാ മോളെ, ഒറ്റ നോട്ട് എന്നുത്തരം വന്നു. അടുത്തിരുന്ന് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പുറത്തു തലോടി ഞാൻ വീണ്ടും പറഞ്ഞു,
അതെ, അതൊരു സ്വപ്നമായിരുന്നു അപ്പാ. രൂപയൊന്നും അപ്പച്ചൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. സ്വപ്നമായിരുന്നിരിക്കും, എന്നാലും കാശിന് കാശ് തന്നെ വേണ്ടേ? നീയൊന്ന് നോക്കിക്കേ എന്ന ഉത്തരം ഇന്നും എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്വപ്നത്തിനു ശേഷം സന്ദർശകർ ആരെങ്കിലും വരുമ്പോൾ അപ്പച്ചൻ അവരോട് പറയും, അവൾക്ക് കാശിന് ഒരു വിലയുമില്ലെന്ന്. ആ 2 രൂപ നോട്ട് തിരഞ്ഞു കൊടുക്കാനായില്ലല്ലോ.